ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബനാന കേക്ക് ഉണ്ടാക്കാനിരുന്നു. അപ്പം നല്ലപോലെ പഴുത്ത 2 ബനാന നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് പഞ്ചസാര പൊടിക്കാൻ എടുത്ത് വെച്ചു, 2 മുട്ട, കേക്ക് ടിന്ന്, പിന്നെ ബേക്കിംഗ് പൗഡർ, ഈസ്റ്റ് തരിയാണ്, അത് കുതിർത്തെടുക്കണം. പിന്നെ ഓയിലല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ബട്ടർ അല്ലെങ്കിൽ നെയ്യ്. ഇപ്പോൾ നെയ്യാണ് ഉപയോഗിക്കുന്നത്. വാനില എസൻസ് ഇത്രയും വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു അടിപൊളി ബനാന കേക്ക് ഉണ്ടാക്കാം. പഞ്ചസാര പൊടിച്ചു, അതിനോടൊപ്പം മുട്ടയും കൂടെ ചേർത്തു, വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ശേഷം മൈദാമാവിട്ട് യോജിപ്പിക്കാം. പിന്നെ മിക്സിക്കകത്ത് പഴം നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചിട്ടുണ്ട്. നല്ല പഴുത്ത പഴമായിരിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഈ കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. തൊലി കറുപ്പ് കളർ നോക്കിയിട്ട് കാര്യമില്ല, തൊലീൻ്റെ കറുപ്പ് നിറമുള്ളതാണ് വേണ്ടത്. അതാണെങ്കിൽ നമുക്കധികം അരിയാൻ പ്രയാസം ഉണ്ടാവില്ല, വേഗം അരഞ്ഞ് കിട്ടും, നല്ല മധുരവും ഉണ്ടാവും. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് കുറയ്ക്കാം. 2 ഗുണങ്ങളുണ്ട്. അപ്പം മൈദാമാവിട്ടൊന്ന് മിക്സ് ചെയ്യാം. മൈദാമാവ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പഴം കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂടുതൽ ഇളക്കണമെന്നില്ല, മിക്സായി കിട്ടിയാൽ മതി. പിന്നെ ഞാൻ കേക്കിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് വെക്കുന്നത്. കുക്കർ അരമണിക്കൂറായിട്ട് വെച്ചിട്ടുണ്ട്. പ്രീ ഹീറ്റിന് വേണ്ടി വെച്ചതാണ്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായിട്ടുണ്ട്. നമുക്കതിനെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. ശേഷം കുക്കർ ചൂടായിട്ടുണ്ട്. അരമണിക്കൂറായി വെച്ചിട്ട് അത് ചൂടാകുന്ന സമയം കൊണ്ടാണ് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കതിനെ ടിന്നിലോട്ട് ഒഴിച്ചിട്ട് കുക്കറിനകത്ത് ഒരു പാത്രം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേലെ അങ്ങ് കയറ്റി വയ്ക്കാം. ട്രേയിലിട്ട് ഒഴിച്ച് കഴിഞ്ഞു. നമുക്ക് പതുക്കെ ഒന്ന് ബബിൾസ് ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ഒന്ന് ഇങ്ങനെ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നൈസായിട്ടുള്ള എന്തെങ്കിലും എടുത്തൊന്നിങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ കുക്കറിലോട്ട് ഇറക്കി വയ്ക്കാം. കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് അടച്ച് വാഷർ ഇട്ടിട്ടുണ്ട്. പലരും ചോദിക്കും വാഷർ ഇടണ്ടേ, ചിലർ വാഷർ ഇടുന്നില്ലല്ലോ. ഇവിടെ വെയിറ്റ് വെക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വാഷർ ഇടണം. വാഷർ ഇട്ടിട്ടാണ് ഞാൻ വെക്കാറ്, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ, നമുക്കത് ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. നോക്കിയതിൻ്റെ ശേഷം നടുവിനൊന്ന് കുത്തി നോക്കി അറിയാൻ പറ്റും ആയിട്ടുണ്ടോയെന്ന്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ വെക്കേണ്ടി വരും. 40 മിനിറ്റിൽ റെഡിയാവും. ബനാന കേക്ക് റെഡിയായോ നോക്കാം. തുറന്ന് എൻ്റെ പപ്പടക്കോലാണ്, കുത്തി നോക്കിയാൽ അറിയാം. ഇല്ല, ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് റെഡിയായിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യാതെയാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് മേലെ ഈ കളർ ഇരിക്കുന്നത്. പിന്നെ അതിൽ കാണുന്നതെല്ലാം നമ്മുടെ ഗ്രാമ്പു, ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പഴുത്ത പഴം എടുത്തിട്ട് നല്ലപോലെ പഴുത്ത പഴം വെച്ചിട്ട് ഒരു ബനാന കേക്ക് കുട്ടികൾക്ക് കൊടുക്കാമല്ലോ, നമുക്കും കഴിക്കാമല്ലോ, നല്ല ടേസ്റ്റിയാണ്. കുക്കറിൽ നിന്നും മാറ്റി ഇളകി നിൽപ്പുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ഈ പേപ്പറെല്ലാം ഒന്ന് പൊളിച്ച് കളയണം. ഓക്കെ, പേപ്പറോടെ ഇങ്ങോട്ട് എടുത്ത് മാറ്റി. ഇനി പേപ്പർ പൊളിച്ചാൽ മാത്രം മതി. പൊളിഞ്ഞ് വരുന്നുണ്ട്. കേക്ക് ടിന്നിത്ര
ക്ലീനാണ് നോക്കിക്കേ. ഒരു സ്ഥലത്തും പിടിച്ചിട്ടില്ല, ഒരു ചെറിയൊരു അടയാളം മാത്രമേ ഉള്ളൂ. ഇപ്പം എത്ര പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട്. എന്തൊരു ഭംഗി. സൂപ്പർ ബനാന കേക്ക് റെഡി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് റെഡി. ഇനി ചൂടാറിയ ശേഷം മുറിച്ചെടുക്കാം. ഓക്കെ, ബൈ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. നിങ്ങളുടെ കൂടെ എന്നെയും കൂടെ ഒന്ന് കൂട്ടണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഇന്നിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. പേപ്പറെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ട്രേയുടെ ചൂടെല്ലാം പോയി, പേപ്പറെല്ലാം റിമൂവ് ചെയ്തു. അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്, ബനാന കേക്ക്. അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.